വന്ദനങ്ങളെ അറിയിക്കുന്ന കർത്താവ് ഒരുക്കുന്ന നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എൻ്റെ പേര് ബിജോ മാത്യു എന്നാണ്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിനോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ 8 വർഷമായി ഞങ്ങൾ ഈ പട്ടണത്തിൽ വസിച്ച് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ഇവിടെ ആയിരിക്കുന്നു. പ്രത്യേക ഇന്ന് ഈ രാത്രിയുടെ യാമം ഈ മിനിസ്ട്രിയിൽ കടന്നു വന്ന കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ മുന്നിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ സർവശക്തനായ ദൈവം ഒരുക്കപ്പെട്ടിരിക്കുന്ന വലിയ ഭാഗ്യ പദവികളെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേക ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ദൈവമക്കൾ വീഡിയോ ഓണാക്കി ഇരിപ്പാൻ കഴിയുന്ന സഹോദരങ്ങളെല്ലാം വീഡിയോ ഓണാക്കി ഇരുന്നാൽ അത് വലിയൊരു സഹായകരമായിരുന്നു. ശുശ്രൂഷയ്ക്ക് അതൊരു വലിയൊരു ഗ്രോത്ത് ആയിരുന്നു. എങ്കിലും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം കർത്താവ് നിങ്ങളെ സൂക്ഷിക്കുകയും കരുതുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവിന്റെ കൃപയ്ക്കായി ഞാൻ വിശേഷാൽ ദൈവത്തോട് നന്ദി പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള ദൈവമക്കളൊക്കെ ആ കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടൊന്ന് സ്തോത്രം ചെയ്താട്ടെ അല്പസമയങ്ങൾ. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോകുകയാണ്. എല്ലാവരുടെയും കരങ്ങളിൽ വിശുദ്ധ ബൈബിൾ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ദയവായി നിങ്ങളുടെ കരങ്ങളിൽ വിശുദ്ധ ബൈബിൾ ഇല്ല എങ്കിൽ ദയവായി നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് വിശുദ്ധ ബൈബിൾ കരങ്ങളിൽ എടുക്കുന്നത് വലിയൊരു അനുഗ്രഹമായിരിക്കും. നമുക്ക് ഒരുമിച്ചാണ് ആമേൻ വചനത്തിന്റെ ചിന്തകളെ ആലോചനകളെ നാം ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തിരുവചനം കരങ്ങളിലുള്ളത് വലിയൊരു അനുഗ്രഹമായിരിക്കാം. ആമേൻ. കർത്താവ് നിങ്ങളെ അതിനായി സഹായിക്കട്ടെ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 13-ാം വാക്യമാണ് ആമേൻ. സ്തോത്രം. ഈ രാത്രിയുടെ യാമത്തിൽ പരിശുദ്ധാത്മാവ് വായ്പാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം സ്തോത്രം അതിന്റെ 13-ാം വാക്യം. ഞാൻ ആ വേദഭാഗം ഒന്ന് വായ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ വചനത്തെ തൊട്ട് നമുക്ക് ഒരു നിമിഷം ഒന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായി സമയങ്ങൾ വേർതിരിക്കുകയാണ്. നാവുകൾ കൊണ്ടുവന്ന എല്ലാ ദൈവമക്കളും ആ നാവുകളെ ഒന്ന് ചലിപ്പിച്ച് അല്പസമയങ്ങൾ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. രഥത്താലും വചനത്താലും ഞങ്ങൾ ഒരുമിച്ച് അല്പസമയങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ സ്തോത്രത്തോടെ ആമേൻ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. ഞങ്ങൾ ഒരുമിച്ച് വായിച്ച ആമേൻ വചനത്തിനു വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു. വചനത്തിന്റെ ആ ശക്തി ഞങ്ങളുടെ മേൽ ഇന്ന് പകൽ ആമേൻ രാത്രി വ്യാപരിക്കപ്പെടുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവ് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന വാത്സല്യ എല്ലാ സഹോദരങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒന്ന് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 13-ാം വാക്യമാണ് നാം വായിക്കപ്പെട്ടിരിക്കുന്നത്. ആമേൻ. കൊരിന്ത്യ സഭയ്ക്ക് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എഴുതുന്ന 2-ാം ലേഖനമാണ്. ആ ലേഖനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് തന്ന ഒരു വേദഭാഗമാണ് നാം വായിക്കുവാൻ ഇടയായി തീർന്നിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ കാണുന്നത് പോലെ ആമേൻ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തന്റെ അപ്പോസ്തോലിക അധികാരത്തെ ഉറപ്പിക്കുവാൻ പൗലോസ് കൂടുതലും ഈ ലേഖനത്തിൽ വിശേഷാൽ താൻ ശ്രമിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും ദൈവാത്മാവ് നൽകപ്പെട്ടിരിക്കുന്ന ഈ 4-ാം അധ്യായത്തിൽ വേദവചനം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളുടെ ശ്രദ്ധയിലേക്ക് ദൈവവചനത്തിന്റെ ആമേ ശുശ്രൂഷയിന്മേലുള്ള ശക്തിയും വിശ്വാസത്താൽ ജീവിക്കുന്ന ആമേ 2 വിഷയങ്ങളെയുമാണ് ഈ 4-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് നമ്മൾക്കായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിലും വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് നാം വായിച്ച കുറിവാക്യം. എന്തായിരുന്നത്? ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? സംസാരിക്കുന്നു.
ഈ രാത്രി നാം ദൈവത്തിന്റെ പാദപീഠത്തിങ്കൽ ഒരുമിച്ച് ദേശത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഈ ഓൺലൈൻ മാധ്യമം ഉപയോഗിച്ച് നാം ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിങ്കൽ ആയിരിക്കുമ്പോൾ നാം ആയിരിക്കുന്ന സാഹചര്യം, നാം ആയിരിക്കുന്ന ചില കഷ്ടപ്പാടുകളും വേദനകളും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഒന്നും എനിക്ക് മറ്റുള്ളവർക്കോ ഒന്നും അറിയാറില്ല. പക്ഷെ നമ്മുടെ ഹൃദയങ്ങളെ നന്നായി ആരാഞ്ഞ്, നമ്മുടെ ഹൃദയത്തിന്റെ വേദനകളെ, നമ്മുടെ കണ്ണുനീരിന്റെ അനുഭവങ്ങളെ, വിഷയങ്ങളെ നന്നായി അറിയുന്ന ഒരു സർവശക്തനായ ദൈവം ഈ രാത്രി നാം ഇരിക്കുന്ന റൂമിലാകട്ടെ, ഫ്ലാറ്റിലാകട്ടെ, വില്ലയിലാകട്ടെ, നാം ഇരിക്കുന്ന ഇരിപ്പിടത്തിന്റെ തലങ്ങളിൽ ആ കർത്താവിന്റെ കരം ഇറങ്ങി വന്നിട്ടുണ്ട്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആരും മൗനമായി ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ഇരിക്കരുത്. എന്നെ അറിയുന്ന, എന്റെ ഹൃദയത്തിന്റെ നിലവാരങ്ങളെ അറിയുന്ന, എന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി തരാൻ വിശ്വസ്തനായ ഒരു ദൈവം ഇന്ന് ഈ രാത്രി ഞാൻ ദൈവത്തിന്റെ പാദപീഠത്തിങ്കൽ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഞങ്ങൾ കർത്താവിന്റെ വചനം കേൾക്കപ്പെടുമ്പോൾ നിശ്ചയമായും എന്നെ മനസ്സിലാക്കുന്ന ഒരു നല്ല കർത്താവ്. എന്താ പാസ്റ്റർ എന്നെ മനസ്സിലാക്കുന്ന കർത്താവ് എന്ന് പറയാൻ കാരണം, നിശ്ചയമായും കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു, അവന്റെ കൽപ്പനയായ സ്നാനം നാം സ്വീകരിച്ചു, വിശുദ്ധിയോടും വേർപാടോടും കൂടെ ഈ ലോകത്തിൽ നാം കർത്താവിന് വേണ്ടി വിശുദ്ധിയോടെ നിൽക്കപ്പെടുമ്പോൾ ലോകം നമ്മെ പകയ്ക്കുന്നു. കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ പലരും നമ്മെ പകച്ചു മാറ്റി നിർത്തുന്നു. എന്നാൽ അവിടെയെല്ലാം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർവശക്തനായ ഒരു ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി എൻ്റെ വിഷയങ്ങളുടെ മേൽ ചലിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങളെ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകട്ടെ. ക്ഷമിക്കണമേ, കറണ്ട് പോയതുകൊണ്ട് നിങ്ങളുടെ എൻ്റെ വീഡിയോ കാണാൻ അസൗകര്യമുണ്ടായിരിക്കാം. എന്നാൽ ഈ രാത്രി കർത്താവിന്റെ പാദപീഠത്തിൽ നാം ഇരിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക, കർത്താവ് വിശ്വസ്തനാണ്. നീതിമാനായ ദൈവത്തിന്റെ വല്ലഭത്വമുള്ള കരം നമ്മുടെ മധ്യത്തിൽ അവൻ ആഗതനായി എഴുന്നള്ളി വന്നിരിക്കുന്നത് കൊണ്ട് ഒരു കാര്യം ഉറപ്പാ, ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വിഷയം, ഞാൻ എന്ത് സംസാരിക്കുന്നോ ആ സംസാരിക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവം എനിക്ക് വേണ്ടി ആ വചനത്താൽ ഒരു മറുപടികളെ തരുവാൻ പോകുകയാണ്. ഈ രാത്രി ഞാൻ വിശ്വാസത്തോടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. നിങ്ങൾക്ക് എന്താ ഭാരം, എന്താണ് വിഷയം, എന്താണ് നിങ്ങളെ വ്യാകുലപ്പെട്ട് നിങ്ങളെ ഞരക്കുന്നത്, നിങ്ങളെ ഒതുക്കി വെച്ചിരിക്കുന്നത്, എന്നാൽ അതിനെല്ലാം മാറ്റിവെച്ചിട്ട് വിശ്വാസത്തോടെ സ്വർഗത്തിലേക്ക് നോക്കി പറ, എൻ്റെ കർത്താവ് എനിക്ക് സൗഖ്യം തരും, എൻ്റെ കർത്താവ് എനിക്ക് വിടുതൽ തരും, എൻ്റെ കർത്താവ് എനിക്ക് വഴികളെ തുറന്നു തരും, എൻ്റെ കർത്താവ് എനിക്ക് അത്ഭുതത്തെ ചെയ്യും. ഈ മീറ്റിംഗ് ആശീർവാദം കഴിയുന്നതിന് ഇപ്പുറമായി എൻ്റെ ദൈവം എനിക്ക് അതിന് മേൽ മറുപടി തന്നിരിക്കും. സ്തോത്രം. ഈ വേദഭാഗത്തിൽ നാം പഠിക്കപ്പെടുന്ന അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഹൃദയത്തിൽ കൊണ്ടുവരുന്ന ഏറ്റവും വലിയൊരു വിഷയം, ഇതിനകത്ത് ദൈവാത്മാവ് കരുതി വെച്ചിരിക്കുന്നത് ഒരു ദൈവിക നിർണയം എന്നുള്ളൊരു വിഷയമാണ്. നമുക്കറിയാം, സങ്കീർത്തനങ്ങളിൽ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവാത്മാ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ 7-ാം വാക്യത്തിൽ ഇങ്ങനെയാ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഞാൻ ഒരു നിർണയം പ്രസ്താവിക്കുന്നു, യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്താ സഹോദരങ്ങളെ ദൈവത്തിന്റെ വചനം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഞാൻ ഒരു നിർണയം പ്രസ്താവിക്കുന്നു. എന്താണ് ദൈവത്തിന്റെ നിർണയം നിന്നെ കുറിച്ചുള്ളത്? നിർണയം എന്നുള്ള പദത്തിന്റെ ഒരു അർത്ഥം തീർച്ചപ്പെടുത്തിയിട്ടുള്ളത്, ആർക്കും അതിന് തുടച്ചു കളയാൻ പറ്റില്ല. എഴുതപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഈ രാത്രി ഒന്ന് കരമുയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചോണം. എന്നെ കുറിച്ച് ദൈവം നിർണയിച്ചിരിക്കുന്ന ചില ആലോചനകളുണ്ട്. നിശ്ചയമായും എൻ്റെ കർത്താവ് എനിക്കത് നിവർത്തിച്ചു തരാൻ പോവാ. ആത്മനിയോഗത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ഈ രാത്രികാലം സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, ആ ക്രിസ്തുവിനെ കുറിച്ച് പിതാവായ ദൈവം ഒരു നിർണയം കൽപ്പിച്ചാക്കി വെച്ചിട്ടുണ്ട്. ആ നിർണയത്തിന്റെ ഇടത്തോട്ടോ വലത്തോട്ടോ മാറിപ്പോകാൻ പിതാവായ ദൈവം
അനുവദിച്ചിട്ടില്ല. ആ നിർണയത്തിൽ തന്നെ തന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു തന്റെ ശുശ്രൂഷകൾ ഓരോ ദിവസവും മുന്നോട്ട് സ്റ്റെപ്പുകൾ വെച്ച് അത് ചെയ്തെടുക്കപ്പെടാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഈ രാത്രികാലം പ്രാർത്ഥനയോടെ പ്രത്യേക ഉപവാസത്തോടെ ഇരിക്കുന്ന ദൈവജനത്തോട് ആത്മാവിനൊരു ദൂത് ഞാൻ വിളിച്ചു പറയട്ടെ. നിന്മേലുള്ള ദൈവിക നിർണയത്തിന്റെ ആഴം എന്താണെന്ന് ഇന്ന് രാത്രികാലം ആത്മാവിലൊന്ന് തിരിച്ചറിഞ്ഞ് അതിലൊന്ന് മനസ്സുറച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്ന പക്ഷം ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ശക്തമായി പറയുന്നൊരു ദൂത് ഇങ്ങനെയാണ്: എന്നോടുള്ള ദൈവനിർണയത്തെ തുടച്ചു കളയാൻ, എന്നോടുള്ള ദൈവാലോചനയെ മാറ്റിക്കളയാൻ ഒരു ഇരുട്ടിന്റെ ശക്തികൾക്ക് കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ആത്മനിയോഗത്തോടെ ആ നാവുകളെ ചലിപ്പിച്ച് അല്പസമയം അന്യഭാഷകൾ ദൈവജനം പ്രാർത്ഥിക്കട്ടെ. നിശ്ചയമായും എൻ്റെ ദൈവത്തിന്റെ നിർണയം എൻ്റെ മേൽ അത് വെളിപ്പെടുക തന്നെ ചെയ്യും. നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തു, ആ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ആരംഭ കാലഘട്ടങ്ങളിൽ യേശു യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ ഒരു സംഭവകഥ നമുക്കറിയാം. ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ. യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ യേശു സ്നാനമേറ്റു. വെള്ളത്തിൽ നിന്ന് ഉയർന്നു വരുന്ന നിമിഷം നിങ്ങളൊന്ന് ആ ചിത്രമൊന്ന് മനസ്സിലൊന്ന് ആവിഷ്കരിച്ചു കൊണ്ടുവന്നാട്ട്. യേശു സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് ഉയർന്നു വന്ന നിമിഷം നിങ്ങളെ സ്നാനപ്പെടുത്തിയ ഒരു സ്നാപകൻ ഉണ്ടായിരിക്കാം അല്ലെ? നിങ്ങൾ സ്നാനപ്പെട്ട ഇയർ ഓർമ്മയുണ്ടോ? മാസം ഓർമ്മയുണ്ടോ? ഡേറ്റ് ഓർമ്മയുണ്ടോ? ഇതൊക്കെ ഓർത്തു വെക്കുന്നത് വലിയൊരു അനുഗ്രഹമാണ്. ആ സ്നാനപ്പെട്ട നിമിഷം വെള്ളത്തിൽ നിന്ന് ഉയർന്നു വന്നപ്പോൾ എന്തെന്നില്ലാത്തൊരാനന്ദം നിങ്ങളുടെ ഹൃദയത്തിൽ വന്നില്ലേ? സത്യമാ, അത് അനുഭവിച്ചവർക്കായി ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ യേശു യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനമേറ്റു വെള്ളത്തിൽ നിന്ന് ഉയർന്നു വന്ന നിമിഷത്തിൽ നോക്കിക്കേ, സ്വർഗത്തിലെ ദൈവം, സ്വർഗം തുറന്ന ദൈവാത്മാവ് പ്രാപന്ന രൂപത്തിൽ അവിടെ ഇറങ്ങി വരികയും നോക്കിക്കേ, ആ സ്വർഗത്തിൽ നിന്ന് ഒരു വോയിസ് കമാൻഡ്, ഒരു വോയിസ് അവിടെയുള്ള സകലരും കേൾക്കത്തക്ക രീതിയിൽ പുറപ്പെട്ടു വരികയാ. ആ വോയിസിന്റെ ആഴം പഠിച്ചാൽ അത് സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു നിർണയമായിരുന്നു. എന്താ നിർണയം? ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ആ നാവുകളെ ചലിപ്പിച്ചുകൊണ്ട് ആത്മനിയോഗത്തോടെ പ്രാർത്ഥിച്ചോണം. ഞാൻ കർത്താവിന്റെ കൽപ്പന അനുസരിപ്പാൻ സ്റ്റെപ്പ് വയ്ക്കുന്ന നിമിഷം എന്നെ കുറിച്ചുള്ള ദൈവിക നിർണയത്തിന്റെ ആരംഭം കുറിക്കപ്പെടുകയാണ്. ഇന്ന് രാത്രി ആരെങ്കിലും ആ ദൈവിക കൽപ്പന അനുസരിക്കാതെ, ആ ദൈവിക കൽപ്പന അനുസരിപ്പാൻ ആഗ്രഹിച്ചു മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു നിമിഷം പോലും നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയല്ലേ. സ്വർഗത്തിന്റെ നിർണയത്തിന്റെ മുന്നിലേക്ക് നിങ്ങൾ അടുത്തു വരുവാനിടയായി തീരണം. നോക്കിക്കേ, ദൈവാത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന ചില വിഷയങ്ങൾ അവിടെയുണ്ട്. ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള നിർണയം. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം എവിടെ നിന്നാ വന്നത്? മൈക്ക് കെട്ടിവെച്ച് ഈ കാലഘട്ടത്തിൽ വിളിച്ചു പറയുന്നത് പോലല്ല. അവിടെ വോയിസ് വന്നത് സ്വർഗത്തിൽ നിന്ന്. ആരാ വാതിൽ സ്വർഗത്തിന്റെ തുറന്നത്? പിതാവായ ദൈവമാ തുറന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആത്മനിയോഗത്തോടെ കരമടിച്ച് പ്രാർത്ഥിച്ചോണം. നിനക്ക് വേണ്ടി ഒരു ശബ്ദം ഉയർന്നു വരുന്നുണ്ടെങ്കിൽ, നിന്റെ പ്രാർത്ഥനയ്ക്കൊരു മറുപടി വെളിപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ ആത്മനിയോഗത്തോടെ അന്യഭാഷകളോടെ പറയാനിടയായി തീരണം. മനുഷ്യൻ എന്നെ കളിയാക്കുമ്പോൾ, മനുഷ്യനെ ഒതുക്കി കളയാൻ ശ്രമിക്കുമ്പോൾ, എനിക്ക് വേണ്ടി സംസാരിക്കുന്ന, എനിക്ക് വേണ്ടി ഒരു ശബ്ദം എൻ്റെ ദൈവത്തിന്റെ അടുക്കൽ നിന്ന്, അത് എവിടെ നിന്നാണെന്നറിയാമോ? സ്വർഗത്തിൽ നിന്ന് നിനക്ക് വേണ്ടി ഒരു വോയിസ് പുറത്തു വരികയാ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഇന്ന് രാത്രി ആത്മനിയോഗത്തോടെ അന്യഭാഷകളോടെ ദൈവജനം പ്രാർത്ഥിക്കട്ടെ. എടാ, എനിക്ക് വേണ്ടി സംസാരിക്കാൻ സ്വർഗമുണ്ടെന്ന്, സ്വർഗത്തിൽ ഒരു ദൈവമുണ്ടെന്ന് ആത്മനിയോഗത്തോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നെങ്കിൽ ഇന്ന് രാത്രി ആ സ്വർഗത്തിന്റെ ശബ്ദം നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങും. ആമേൻ. നിങ്ങളുടെ തലമുറകളുടെ മേൽ മുഴങ്ങും. ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ മുഴങ്ങും. നിങ്ങളുടെ മിനിസ്ട്രികളുടെ മേൽ അത് മുഴങ്ങും. നിങ്ങളുടെ ജോലി മേഖലകളുടെ മേൽ അത് മുഴങ്ങും. അത് ദേശങ്ങളുടെ മേൽ അത് മുഴങ്ങും. അത് ജാതികളുടെ മേൽ അത് മുഴങ്ങും. അത് പട്ടണങ്ങൾ മേൽ അത് മുഴങ്ങും. നിങ്ങൾ ഇരിക്കുന്ന ഏത് രാജ്യമാണോ ആ രാജ്യത്തിന്റെ മേൽ ആ സ്വർഗീയ ശബ്ദം മുഴങ്ങപ്പെടാനിടയായി തീരും. ഇന്ന് രാത്രി എത്ര പേർക്ക് ആഗ്രഹമുണ്ട്
പറയുന്നുണ്ട്, അപ്പാ ആ സ്വർഗീയ വോയിസ് എന്റെ കാതുകളിൽ ഒന്ന് മുഴങ്ങണം. ഞാൻ കരഞ്ഞ് കണ്ണുകലങ്ങി അന്നയെപ്പോലെ വേദനപ്പെട്ടിരിക്കുന്ന ചില വിഷയങ്ങളുടെ മുന്നിൽ ആമേൻ ഇരിക്കുന്ന ഈ രാത്രിയുടെ യാമത്തിൽ തമ്പുരാൻ പറയുന്നു, മാനുഷികമായ ഒരു പ്രവാചകന്റെ വാക്കല്ല നീ കേൾക്കേണ്ടത്. നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിന്റെ ഉള്ളറകളിൽ അവൻ ഉയരത്തിൽ നിന്നൊരു വോയിസ് കമന്റ്, നിർണയിക്കപ്പെട്ടിരിക്കുന്ന ഒരു ആലോചന ഇന്ന് രാത്രി നിങ്ങളുടെ കാതുകളിൽ നിന്നും മുഴങ്ങാൻ പോകുകയാണെന്ന് ദൈവവചനം വിളിച്ചു പറയുമ്പോൾ ആത്മനിയോഗത്തോടെ കരങ്ങൾ തട്ടി അന്യഭാഷകളോടെ പ്രാർത്ഥിച്ചോണം. നോക്കിക്കേ, ആ ശബ്ദം ആരൊക്കെ കേട്ടു? യോഹന്നാൻ സ്നാപകൻ കേട്ടു, അവിടെയുള്ള സകലരും ഇത് കേട്ടു. എന്നാൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ശബ്ദം നിന്റെ മുന്നിൽ ഒന്ന് വെളിപ്പെട്ട് വരുമ്പോൾ നിന്നെ നിന്ദിക്കുന്നവരും നിന്നെ പരിഹസിക്കുന്നവരും നിന്നെ തള്ളിക്കളയുന്നവരും നീ സേവിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം ഒന്ന് കേൾക്കപ്പെടാൻ പോവാ. ഇന്ന് രാത്രി എത്ര പേർക്ക് ആത്മനിയോഗത്തോടെ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാൻ കഴിയും? ഇവൻ എന്റെ ദൈവമാണ്, ഇവനെ സേവിക്കുകയല്ലാതെ ഞാൻ മറ്റാരെയും സേവിക്കുകയില്ല. യഹൂദബാലന്മാരായ 3 പേരെ അഗ്നിക്കുമേൽ എറിയപ്പെട്ടപ്പോൾ നോക്കിക്കേ, ആമേൻ, അവർ ഉറച്ചു നിന്ന് പിടിച്ചു നിന്ന ദൈവത്തെ അവർ ആമേൻ പിടിച്ചു നിന്ന് ആ ദൈവത്തെ മാത്രം ഞങ്ങൾ ആരാധിക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോഴും രാജാവ് തീയുടെ തലം കൂട്ടിയപ്പോഴും അവർ പതറിപ്പോയില്ല. തീയുടെ വലിപ്പം കൂട്ടിയപ്പോഴും അവർ പതറിപ്പോയില്ല. നോക്കിക്കേ, അവർക്കു വേണ്ടി ഒരുവൻ അവിടെ ഇറങ്ങി വന്നു. 4-മനായി ദൈവപുത്രനോട് സദൃശ്യനായ ഒരുവൻ ഇറങ്ങി വന്ന് തീക്കകത്ത് കെട്ടപ്പെട്ടവർ കെട്ടി നടക്കുകയല്ല, കെട്ടഴിയപ്പെട്ടവരായി സ്വാതന്ത്ര്യം പ്രാപിച്ച് അഗ്നിക്കകത്ത് നടക്കാൻ കർത്താവ് കൃപ ചെയ്തെങ്കിൽ ഇന്ന് രാത്രികാലം നിന്റെ വിഷയത്തിന്റെ മേലും സ്വർഗത്തിൽ നിന്നൊരു വോയിസ് വെളിപ്പെടാൻ പോവാ. ആ മാതാപിതാക്കളെ, നീ എന്റെ പുത്രനാണ്, നീ എന്റെ പുത്രിയാണ്, നീ എന്റെ കുഞ്ഞാണെന്ന് അരുളി ചെയ്യുന്ന ആ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ ഇന്ന് രാത്രി എത്ര പേര് ആത്മനിയോഗത്തോടെ പ്രാർത്ഥിക്കും? എത്ര പേര് ആത്മനിയോഗം ങ്ങളുടെ മേൽ ഇറങ്ങി വന്നിട്ടുണ്ട് എന്ന് ഞാൻ ആത്മാവിൽ മനസ്സിലാക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഓർത്തുകൊള്ളുക, ദൈവത്തിന്റെ നിർണയത്തെ തന്റെ പുത്രനെ നോക്കി സ്വർഗത്തിലെ ദൈവം അവിടെ പ്രസന്റ് ചെയ്തെങ്കിൽ ആ പുത്രന്റെ രക്തത്താലും ആ പുത്രന്റെ ശരീരത്താലും വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന നമ്മളുടെ വിഷയത്തിന്റെ മേൽ സംസാരിക്കപ്പെടുന്ന സ്വർഗീയ തലം ആത്മാവിൽ ഒന്ന് ഗ്രഹിക്കാൻ ഇന്ന് രാത്രി എത്ര പേർ ഹൃദയത്തെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് വിട്ടുകൊടുക്കും? നോക്കിക്കേ, ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുന്നു, ആവർത്തന വിരസത തോന്നരുത്. എന്താ? പിതാവായ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ കുറിച്ച് ഇവൻ എൻ്റെ പുത്രനാണ് എന്ന് ആ സ്നാനത്തലത്തിൽ വെച്ച് വിളിച്ചു പറഞ്ഞു. ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അവന്റെ പുത്രനായ ക്രിസ്തുവിന്റെ രക്തത്താലും അവന്റെ ശരീരത്താലും വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ മേൽ എത്രത്തോളം സ്വർഗീയ ശബ്ദം വെളിപ്പെട്ടു വരുമെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ ആത്മാവിൽ കുറിവാക്യം ഒന്ന് എടുത്തു പറയണം. വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളും സംസാരിക്കുന്നു. ഇന്ന് രാത്രി ആത്മാവിൽ എത്ര പേർക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാനിടയായി തീരും? പുത്രനെ കുറിച്ച് പിതാവ് അത് പറഞ്ഞെങ്കിൽ ആ പുത്രന്റെ നാമത്താൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ വിഷയത്തിൽ സ്വർഗം എത്രത്തോളം സംസാരിക്കാൻ ഇടയായി തീരുമെന്ന് ഇന്ന് രാത്രി ആത്മനിയോഗത്തോടെ ദൈവജനം പ്രാർത്ഥിച്ചോണം. നിനക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല എന്ന് ചിന്തിക്കല്ലേ. ആമേൻ. മൈൻഡ് ചെയ്യാൻ ആരുമില്ല എന്ന് ചിന്തിക്കല്ലേ. വിഷയത്തിനൊരു നല്ല വാക്ക് പറയാൻ ആരുമില്ല എന്ന് ചിന്തിക്കണ്ട. ആമേൻ. നാം സേവിക്കുന്ന നിത്യനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവുണ്ട്. അവൻ നിനക്ക് വേണ്ടി സംസാരിപ്പാൻ ഇറങ്ങി വരുവാൻ ഇടയായി എത്തിയിരുന്നു. നോക്കിക്കേ,
നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശു ക്രിസ്തു, മത്തായി എഴുതിയ സുവിശേഷം, ആമേൻ, യേശു ക്രിസ്തുവിനെ കുറിച്ച് പിതാവായ ദൈവം സംസാരിക്കുന്ന മറ്റൊരു തലം കൂടുണ്ട്. ഒന്ന്, സ്നാനക്കുളത്തിൽ വെച്ച ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള വേദസ്വർഗം പറഞ്ഞത്. ഇനി രണ്ടാമത് സ്വർഗം പിതാവായ ദൈവം യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്ന രണ്ടാമതൊരു തലമുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് ദൈവമക്കൾ ഒന്ന് വന്നാട്ട്. മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു കാര്യം നമ്മെ അവിടെ പഠിപ്പിക്കുന്ന അതിന്റെ 5-ാം വാക്യം, തന്റെ ശിഷ്യന്മാരിൽ ചിലർ നോക്കിക്കേ, അവിടെ പറയപ്പെടുന്ന ഒരു സംഭവം ഇങ്ങനെയാ. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടിട്ട് മേഘത്തിൽ നിന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അന്ന് സ്നാനക്കുളത്തിൽ വെച്ച് പറയുന്നതിനെക്കാട്ടിലും ഒരു സെന്റൻസൂടെ സ്വർഗത്തിലെ ദൈവം കൂട്ടിച്ചേർത്ത് പറഞ്ഞു. എന്താ? ഇവന് ചെവി കൊടുപ്പിൻ എന്ന ശബ്ദം അവിടെ ഉണ്ടായി. ഇന്ന് രാത്രി എത്ര പേർക്ക് ആത്മാവിലൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്യുവാൻ ഇടയായി തീരും. 3 കുടിലുണ്ടാക്കട്ടെ എന്ന് തൻ്റെ അരിമ ശിഷ്യന്മാരായ ചിലർ അവിടെ വിളിച്ചു പറയുമ്പോൾ അവരുടെ വാക്കുകൾക്ക് അതീതമായി സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനെ കുറിച്ച് രണ്ടാമതും അവിടെ വിളിച്ചു പറയുകയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഒരു വരിയും കൂടെ ദൈവാത്മാവ് കൂട്ടിച്ചേർക്കുകയാ. എന്താണ്? ഇവന് നിങ്ങൾ എന്ത് ചെയ്യണം? ചെവി കൊടുക്കണം. ഇന്ന് രാത്രി എത്ര പേർക്ക് ഒന്ന് കരമടിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാനിടയായി തീരും. നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ, മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാൻ യോഗ്യനായ ദൈവപുത്രനായ ക്രിസ്തുവിന്റെ മുന്നിലാണ് ഈ രാത്രികാലം നാം അടുത്തു വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പിതാവായ ദൈവം അവനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞെങ്കിൽ, ഇന്ന് രാത്രി ആത്മനിയോഗത്തോടെ ദൈവജനം അഭിഷേകത്തിന് വേണ്ടി ചുമൽ കൊടുത്ത് ഇന്ന് രാത്രി എത്ര പേർക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ കഴിയും? അപ്പാ, അവന് ചെവി കൊടുത്തുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ ഈ ഓൺലൈൻ മീറ്റിംഗിൽ ആയിരിക്കുമ്പോൾ, ദൈവമേ, എൻ്റെ വിഷയത്തിന്റെ മേൽ ആരും എനിക്ക് വേണ്ടി ഒരു ചെവി തരാതെ, എൻ്റെ വിഷയത്തിന് വേണ്ടി ഒന്ന് കേൾക്കപ്പെടാൻ കഴിയാതെ എന്നെ തള്ളിക്കളഞ്ഞ കല്ലുപോലെ എന്നെ ആക്കി വെച്ചിരിക്കുമ്പോ, ഇന്ന് രാത്രി ആത്മനിയോഗത്തോടെ ദൈവജനം പ്രാർത്ഥിക്കട്ടെ. എൻ്റെ വിഷയത്തിന് മേൽ മറുപടി നൽകാൻ യോഗ്യനായ ഒരു ദൈവത്തെയാണ് ഞാൻ ഈ രാത്രികാലം ആരാധിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം കൂടെ നിങ്ങളുടെ മുന്നിൽ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു വെളിപ്പാടൂടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയങ്ങൾ വേർതിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താ ദൈവത്തിന്റെ പൈതലെ, പരിശുദ്ധാത്മാവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രധാന വിഷയം എന്നറിയാമോ? നമ്മുടെ സബ്ജക്റ്റ് ദൈവനിർണയം എന്നുള്ളതാ. ആ ദൈവനിർണയത്തെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മാറ്റിക്കളയാൻ പറ്റത്തില്ല. നാവുകൾ കൊണ്ടുവന്നവർ ഒന്ന് ശബ്ദം ഉയർത്തി, കരങ്ങൾ ഉയർത്തി പറഞ്ഞോണം, എന്നോടുള്ള ദൈവനിർണയത്തെ ഒരു പൈശാചിക മേഖലകൾക്കോ ഒരു ജാതീയ ശക്തികൾക്കോ ഒരു മന്ത്രവാദിക്കോ നീക്കാൻ കഴിയത്തില്ല. അത് അങ്ങനെ തന്നെയായിരിക്കും. അതിന്റെ അടയാളമാണ് പുത്രനായ ക്രിസ്തുവിനെ കുറിച്ച് യേശു പറഞ്ഞ 2 അനുഭവങ്ങൾ. അങ്ങനെയെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു വന്നു ഈ ഭൂമിയിൽ നമ്മൾക്ക് വേണ്ടി അവൻ മരിച്ചു, നമുക്ക് വേണ്ടി അവൻ വേദന അനുഭവിച്ചു, നമുക്ക് വേണ്ടി അവന്റെ അവസാന തുള്ളി രക്തം വരെയും അവൻ കാൽവറിയിൽ തളിക്കപ്പെട്ടു. അവന്റെ പുറം നമ്മൾക്ക് വേണ്ടി ഉഴവുചാല് പോലെ കീറപ്പെട്ടു. ഇന്ന് രാത്രി എനിക്ക് ഉയർത്തുവാനുള്ളത് ഒരുവനെ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയാ. ആ യേശു ക്രിസ്തുവിന് വേണ്ടി സ്വർഗം ഇറങ്ങി വന്നെങ്കിൽ ഈ രാത്രി ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുന്നു, അവന്റെ പുത്രനാൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന നമുക്ക് വേണ്ടി സ്വർഗം ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മനിയോഗത്തോടെ സ്തോത്രം ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചോണം. എനിക്ക് വേണ്ടി ഇറങ്ങി വരാൻ ശക്തനായ ഒരു സ്വർഗമുണ്ട് എന്ന് ഇന്ന് രാത്രി ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ അന്യഭാഷകൾ പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ രക്തം ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ രക്തം ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. അന്യഭാഷകൾ പറഞ്ഞ് ദൈവമക്കൾ പ്രാർത്ഥിക്കണം. സ്വർഗം
സ്വർഗം എനിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു രാത്രി, സ്വർഗം എനിക്ക് വേണ്ടി ഇടപെടുന്ന ഒരു രാത്രി, സ്വർഗത്തിന്റെ നിർണയം എൻ്റെ മേൽ ക്രിയേറ്റീവായി വരുന്ന ഒരു രാത്രിയായി പരിശുദ്ധാത്മാ നീക്കപ്പെടാൻ പോകുക. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, മാതാപിതാക്കളെ, അഭിഷക്തന്മാരെ ശ്രദ്ധിച്ചേ. യേശുവിനെ സാക്ഷ്യം പറയാൻ പിതാവായ ദൈവം ഇറങ്ങി വന്നു. എന്നാൽ യേശു എനിക്ക് വേണ്ടി, നമ്മൾക്ക് വേണ്ടി മരിച്ചു. കാൽവറിയിൽ അവൻ തകർക്കപ്പെട്ടു. പൈശാചിക തലങ്ങളുടെ തലയെ കാൽവറിയിൽ അവൻ എന്നേക്കുമായി അവന്റെ ബന്ധനങ്ങളെ, തലങ്ങളെ, കെട്ടുകളെ അവൻ ക്രൂശീകരണത്താൽ തകർത്തു കളഞ്ഞു. എന്നാൽ യേശു ജീവനോടെ തന്റെ ശുശ്രൂഷകൾ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു മാന്യദേഹമുണ്ട്. അരിമത്യക്കാരനായിരിക്കുന്ന യോസഫ് എന്നാണ് അവന്റെ പേര്. അവൻ യേശുവിന്റെ അടുക്കൽ ഇടയ്ക്ക് വരും. ഇടയ്ക്ക് വന്നിട്ട് യേശുവായി ചില സംഭാഷണങ്ങൾ നടത്തുമ്പോൾ അതിൽ സംഭാഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാഷണം എങ്ങനെയാ? അവന്റെ ശിഷ്യനായിരിക്കാൻ അവൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ യേശുവിന്റെ ശിഷ്യനായിരിക്കാൻ അവന് സാധിച്ചില്ല. യേശു മരിച്ചു. ഒരു കാര്യം ഉറപ്പാ, യേശുവിന്റെ ശിഷ്യനായിരിക്കാൻ എനിക്ക് സാധിച്ചില്ല. എന്നാൽ യേശു ഇപ്പോൾ കാൽവറിയിൽ ക്രൂശിൽ മരിച്ചു കിടക്കുക. ഇനി പീലാത്തോസിന്റെ അടുക്കൽ ചെന്നിട്ട് യേശുവിന്റെ ശരീരത്തെ എനിക്കടക്കാൻ അനുവാദം വേണം എന്ന് അവന് വലിയൊരു ആഗ്രഹം. ആ ആഗ്രഹത്തോടുള്ള ബന്ധത്തിൽ അവൻ എന്ത് ചെയ്തു? പീലാത്തോസിന്റെ അടുക്കലേക്ക് ചെല്ലുന്ന ഒരു സന്ദർഭമാണ് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 57 മുതലുള്ള വേദഭാഗങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സന്ധ്യയായപ്പോൾ അരിമത്യക്കാരനായിരിക്കുന്ന യോസഫ് എന്ന ധനവാൻ ഞാനും യേശുവിന്റെ ശിഷ്യനായിരിക്കുവാൻ വന്നു. പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു. പീലാത്തോസ് അത് ഏൽപ്പിച്ചു കൊടുക്കുവാൻ എന്ത് ചെയ്തു? കൽപ്പിച്ചെന്ന വചനം രേഖപ്പെടുത്തിയ കാര്യമെന്ന് ശ്രദ്ധിച്ചോണം. അവനെ വിട്ടുകൊടുക്കാൻ കൽപ്പന പുറപ്പെടുവിച്ചു. എന്നിട്ട് യോസഫ് എന്ത് ചെയ്തു? ശരീരമെടുത്ത്, ആരുടെ? യേശുവിന്റെ ശരീരമെടുത്ത് നിർമ്മല ശീലയിൽ പൊതിഞ്ഞ് താൻ പാറയിൽ വെട്ടിയ പുത്തൻ കല്ലറയ്ക്കകത്ത് യേശുവിനെ എന്ത് ചെയ്തു? അടക്കി. ആ കല്ലറയുടെ വാതിലിൽ ഒരു കല്ലുരുട്ടി നീക്കി വെച്ച് അവൻ അവന്റെ വഴിക്ക് പോയി. ശ്രദ്ധിക്കണം, അവൻ അവന്റെ വഴിക്ക് പോയി. അവന്റെ ആഗ്രഹം അവിടെ സഫലമായി, അല്ലേ? അവന് വളരെ സന്തോഷമായി. ഞാൻ യേശുവിന്റെ ആയിരിക്കാൻ ആഗ്രഹിച്ചു, എനിക്കത് സാധിച്ചില്ല. എങ്കിലും യേശു മരിച്ചുപോയി. അവന്റെ ശരീരത്തെ ഞാൻ പീലാത്തോസിനോട് ചോദിച്ചു, അവൻ എനിക്ക് തരാൻ കൽപ്പിച്ചു. ഞാൻ അവന്റെ ശരീരത്തെ ആദരവോടെ വാങ്ങിച്ചു, നിർമ്മലശീലയിൽ പൊതിഞ്ഞ് ഞാൻ പാറയിൽ വെട്ടിയ പുത്തൻ കല്ലറയ്ക്കകത്ത് യേശുവിനെ ഞാൻ അടക്കം ചെയ്ത് കല്ലറയുടെ മുന്നിൽ കല്ലുരുട്ടി നീക്കി വെച്ച് അവൻ സന്തോഷത്തോടാ പോകുന്നത്, അല്ലേ? അവിടെ യേശുവിന്റെ ചരിത്രം തീർന്നു എന്ന് ലോകം ചിന്തിച്ചു. എന്നാൽ ഇന്ന് രാത്രി ദൂത് നിങ്ങളോട് ദൈവാത്മാവ് കൈമാറപ്പെടുകയാ. വാഴ്ത്തത്ത സന്തതിയെ തകർക്കാൻ, ആമേൻ. വാഴ്ത്തമുള്ളവനെ തകർക്കാൻ, ആമേൻ. ദൈവാലോചന അറിഞ്ഞു പുറപ്പെട്ടവനെ തകർക്കാൻ, ആമേൻ, ആമേൻ. ഒരു കല്ലറകൾക്കും കഴിയത്തില്ല. ഇന്ന് രാത്രി ആ കരമുയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ച്, ആമേൻ. വാഴ്ത്തത്ത സന്തതിയായ യേശു അവൻ ഈ ഭൂമിയിലേക്ക് വന്നത് അവൻ വെറുതെയല്ല. അവന്റെ ജനനം തന്നെ പരിശുദ്ധാത്മാവിനാൽ പ്രൊഡക്റ്റായി വന്നതാണ്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ അത് ക്രിയേറ്റീവായി മറിയയുടെ ഉദരത്തിൽ സ്വർഗത്തിലെ ദൈവം അവനെ വളർത്താനിടയായി തീർന്നെങ്കിൽ ഇന്ന് രാത്രി കരമുയർത്തി അന്യഭാഷകൾ പറഞ്ഞ് ദൈവമക്കൾ പ്രാർത്ഥിച്ചോണം. എന്നോടുള്ള ദൈവിക വാഴ്ത്തങ്ങളുടെ ആഴങ്ങൾ ഒരു ശവക്കല്ലറയ്ക്കകത്തൊതുങ്ങിക്കിടക്കുന്നതല്ല. അതല്ല പുത്രനെ കുറിച്ചുള്ള ദൈവനിർണയം. ആ ദൈവനിർണയം ആ ശവക്കല്ലറകളെ അല്ലെങ്കിൽ ആ മരണത്തിന്റെ ആധിപത്യത്തെ പൊട്ടിക്കുന്നതാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ നിർണയം. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചു പ്രാർത്ഥിച്ചോണം. കാരണം ദൈവം നിന്നെ കുറിച്ചുള്ള ദൈവനിർണയത്തിന്റെ ആലോചനകൾ കഴിഞ്ഞ നാളുകൾ നിന്റെ മുഖത്തു നോക്കി, നിന്റെ പ്രാർത്ഥനാ മേഖലയ്ക്കകത്തും പ്രാർത്ഥനാ മുറിക്കകത്തും ജോലി മേഖലകൾക്കകത്തും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്ന
വന്നേക്കാം. പക്ഷെ ആ നിർണയം നീ പ്രാപിക്കത്തില്ലെന്ന് ദുഷ്ടപിശാച് നിന്റെ കാതുകളോട് വന്ന് വെല്ലുവിളിച്ചേക്കാം. നിന്റെ ജീവിത സാഹചര്യത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അത് നീ പ്രാപിക്കത്തില്ലെന്ന് പറഞ്ഞേക്കാം. പക്ഷെ ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങളെ തട്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചോണം. മരണത്തെ തോൽപ്പിച്ച ഒരുവൻ ഞങ്ങൾക്ക് വേണ്ടി, നോക്കിക്കേ, യോസഫ് വെട്ടിയ പുത്തൻ കല്ലറയ്ക്കകത്ത് യേശുവിനെ അടക്കി അതൊരു സ്മാരകമാക്കാമെന്ന് ലോകം ചിന്തിച്ചു. പക്ഷേ ലോകത്തിന്റെ ചിന്തയല്ലായിരുന്നു അത്. അവൻ ലോകത്തിന്റെ പദ്ധതികളെ തന്നെ പൊട്ടിച്ചു കളഞ്ഞ സ്വർഗത്തിന്റെ നിർണയം ആ കല്ലറയ്ക്കകത്ത് ഇറങ്ങി വന്ന് ആ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിന്റെ മേൽ പുനരുദ്ധാനത്തിന്റെ ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കപ്പെട്ട് അവൻ ആ കല്ലറകളെ തുറക്കപ്പെടുന്ന രീതിയിൽ അവൻ അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കപ്പെടാൻ ഇടയായി തീർന്നുവെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, നിന്നെ ഒരിടത്ത് പിശാച് ഒതുക്കിക്കളഞ്ഞ, നിന്നെ ഒരിടത്ത് ഉന്മൂലനനാശം ചെയ്യാൻ ഇരുട്ടിന്റെ മേഖലകൾ പല പദ്ധതികളും നോക്കി അവൻ നിന്നോടുള്ള ദൈവിക വാഗ്ദത്തങ്ങളുടെ നിർണയത്തിന് വിരോധമായി ചലിക്കുന്ന അന്ധകാരത്തിന്റെ മേഖലകളെ വെല്ലുവിളികളെയും ഭയന്ന് അവൻ ഒരിടത്ത് മൂലയിൽ ഇരിക്കാനല്ല അഭിഷേകം തന്ന് നിന്നെ ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ കൊണ്ടുവന്നിരിക്കുന്നത്. യേശു മരണത്തെ ജയിച്ചെഴുന്നേറ്റതുപോലെ ഇന്ന് രാത്രി അഭിഷേകത്തോടെ എഴുന്നേൽക്കപ്പെടാൻ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് വിധേയപ്പെടാൻ, ഈ രാത്രി ദൈവാത്മാവിന് വിശേഷ ചിലരെ എടുത്തുപയോഗിക്കാൻ പദ്ധതിയുള്ളപ്പോൾ അപ്പാ ശമൂവേൽ ബാലൻ സമർപ്പിക്കപ്പെട്ടതുപോലെ എന്നെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിപ്പാൻ ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ എത്ര പേരുടെ ആദരങ്ങൾ തുറക്കപ്പെടാൻ, എത്ര പേരുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടാൻ ആ ഉയർപ്പിന്റെ ശക്തി ഇന്ന് രാത്രി അപ്പാ കല്ലറയ്ക്കകത്ത് വ്യാപരിക്കപ്പെട്ടതുപോലെ, നിർണയമുള്ളവന്റെ മേൽ വ്യാപരിക്കപ്പെട്ടതുപോലെ എന്റെ മേലും വ്യാപരിക്കണമെന്ന് ഇന്ന് രാത്രി എത്ര പേര് സമർപ്പിക്കപ്പെടാൻ ഇടയായി തീരും. ശ്രദ്ധിക്കണം, ദൈവാത്മാവ് ഒരു വചന വെളിപ്പാട് നിങ്ങളുടെ മുന്നിലേക്കൊന്ന് ഷെയർ ചെയ്യുക. നോക്കിക്കേ, തമ്പുരാൻ പറഞ്ഞതനുസരിച്ച് യുദ്ധം ചെയ്ത ഏലിയാവ് ഈ നിമിഷം അവന്റെ അവസ്ഥ എന്താണെന്നറിയാമോ? ഇനിയും എനിക്ക് ശുശ്രൂഷ വേണ്ട, ഇനിയും എനിക്ക് ആത്മീയ ജീവിതം വേണ്ട, എനിക്ക് മരണം മതി, ഈ മരുഭൂമിയിൽ എനിക്ക് മരിച്ചാ മതി എന്നുള്ള ആഗ്രഹത്തോടുകൂടെ ആമേൻ 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ഒരു കാര്യം അവിടെ രേഖപ്പെടുത്തിയത് വളരെ ശ്രദ്ധേയമായ സഹോദരങ്ങളെ. നോക്കിക്കേ, മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുന്ന ഏലിയാവ് ഇന്നലെ അഭിഷേകത്തോടെ അന്യഭാഷകളോടെ ശത്രുവിന്റെ തലകളെ തകർത്തവൻ പറയുക, എനിക്ക് മരിച്ചാ മതിയെന്ന്, ഇനി എനിക്ക് ജീവിക്കേണ്ടെന്ന്. എന്താ സഹോദരങ്ങളെ അവിടെ കാണുന്നത്? ഇന്നലകളിൽ കൃപയോടെ നിന്നവന്റെ അകത്തെ കാര് കയറി ഭയത്തിന്റെ ആത്മാവ് കയറി. ഇന്ന് രാത്രി നിങ്ങളുടെ വലതുകരം ഉയർത്തിക്കൊണ്ട് നിങ്ങളുടെ ഭവനത്തെ നോക്കി, തലമുറകളെ നോക്കി, കുടുംബത്തെ നോക്കി, അന്യഭാഷകളാൽ നാവുകളെ ചലിപ്പിച്ച് നോക്കി പറയണം, എന്റെ ഭവനത്തിന്റെ അകത്തുനിന്ന് ഭയത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഇറങ്ങണം. എന്റെ തലമുറയുടെ മേൽ നിന്ന് ഭയത്തിന്റെ മേഖലകൾ ഇന്ന് രാത്രി ഇറങ്ങണം. എത്ര പേർക്ക് ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കാനിടയായി തീരും. നിന്റെ ജോലി മേഖലകൾ, ജോലി നഷ്ടപ്പെടുമെന്നുള്ളൊരു ചിന്തയുടെ ഭയം കയറി നാളുകളായി നിന്റെ ഹൃദയത്തെ അമർച്ചിക്കൊണ്ടു പോകുന്ന തലമില്ലേ? യേശുവിന്റെ നാമത്തിൽ അതിനെ ശ്വാസിച്ച് ജയമെടുത്ത് പ്രാർത്ഥിക്കട്ടെ. ഈ രാത്രി പരിശുദ്ധാത്മാ പറയുന്ന ആ ഭയത്തിന്റെ മേഖലകളെ യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവിടുന്ന് വെട്ടാൻ പോവാ. എന്താ ദൈവാത്മാവിടെ പഠിപ്പിക്കുന്നതെന്നറിയാമോ? ചൂരച്ചെടിയുടെ തണലിലിരുന്ന് മരിക്കാൻ ആഗ്രഹിച്ചവന്റെ മേൽ. നോക്കിക്കേ സഹോദരങ്ങളുടെ ഹൃദയത്തിന്റെ ചിന്തകളിലേക്ക് ഞാനൊരു വിഷയം പരിശുദ്ധാത്മാ തന്നതിടാൻ പോവാ. നോക്കിക്കേ, ഇവൻ എവിടെ കിടന്ന് മരിക്കണമെന്ന് ആഗ്രഹിച്ചത്? ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് മരിക്കണമെന്ന് ആഗ്രഹിച്ചു. വാസ്തവത്തിൽ ഏലിയാവിടെ മരിക്കാൻ ആഗ്രഹിച്ചു. വാസ്തവത്തിൽ ഇവൻ ഇവിടെ മരിച്ചിരുന്നെങ്കിൽ ആർക്ക് വളമായേനേം? ചൂരച്ചെടിക്ക് വളമായേനേം. ഇന്ന് രാത്രി ഓർത്തോണം, നീ പലതിനും വളമായിക്കൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാതെ, യോഗത്തിന് പോകേണ്ട സമയത്തിന് യോഗത്തിന് പോകാതെ, മറ്റ് ബിസിനസ്സുകളിലേക്കൊക്കെ പോയി നിന്റെ കൃപ നഷ്ടപ്പെടുത്തി കളയുന്ന പല തലങ്ങളും കടന്നു വന്നേക്കാം. എന്നാൽ ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. മരണം ആഗ്രഹിച്ചവനെ മരണം കാണാതെ എടുത്തൊരു സ്വർഗത്തിലെ ദൈവമാ ഇന്ന് രാത്രി നാം സേവിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ നാവുകളെ ചലിപ്പിച്ചുകൊണ്ട് ആത്മനിയോഗത്തോടെ പ്രാർത്ഥിച്ച് ചൂരച്ചെടിയുടെ പാർശ്വതലങ്ങൾ അവനെ അവിടെ ഒതുക്കാൻ ശ്രമിച്ചെങ്കിൽ
ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഓർത്തോ, ആ ദേശത്തിന്റെ, ആ മരുഭൂമിയുടെ, ആ തലങ്ങളുടെ പോരുകളെ ദൈവാത്മാവ സ്വർഗത്തിലെ ദൂതൻ അവിടെ ഇറങ്ങി വന്ന പദ്ധതികളെ പൊട്ടിക്കാൻ ഇടയായി തീർന്നെങ്കിൽ അറമന ഹംദന ജനരികനകസി റോജാ ജോൺ, ദൈവത്തിന്റെ ആത്മാവ് ദാസിയോട് പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു. ദൈവാത്മാവ് എന്നോട് അങ്ങനെ തന്നെ ദാസിയോടും പരിശുദ്ധാത്മാവ് പറയുന്നത്, ഒന്നുമില്ലാത്തിടത്തുനിന്ന് ദൈവത്തിന്റെ ആത്മാവ് സീറോയിൽ നിന്ന് 1 2 3 4 എന്ന് എണ്ണുന്നത് പോലെ ദാസിയെ നിന്നെ പരിശുദ്ധാത്മാവ് സീറോയിൽ നിന്ന് പൊക്കിയെടുത്ത്, ചൂരച്ചെടിയുടെ തണലിൽ നിന്ന് ദൈവാത്മാവ് പൊക്കിയെടുത്ത് ഇനിയും മുന്നോട്ട് യാത്രയുണ്ട്, ഇനിയും ചില ശുശ്രൂഷകൾ മുന്നോട്ടുണ്ട്, ഇനിയും കർത്താവിന് വേണ്ടി ചിലരെ നേടാനുണ്ടെന്നുള്ള വെളിപ്പാടിന്റെ അഭിഷേകം മാതാവിന്റെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരഭിഷേകത്തിന്റെ തൈലത്തിന്റെ പാത്രം നിന്റെ കരത്തിലുണ്ട്. ഇന്ന് രാത്രി ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്ത് ദാസി പ്രാർത്ഥിക്കട്ടെ. അടമനസി ഹംദന റവക്ഷംദനെ ദാസി മാത്രം മൈക്ക് ഓൺ ചെയ്താട്ടെ. യേശുവിന്റെ രക്തം ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. റബക്ഷകെ റിഗന്ധന, യേശുവിന്റെ രക്തത്താൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. അപ്പാ ഈ ജനത്തിന്റെ മേൽ ദൈവശക്തിയുടെ ആഴം, അന്യഭാഷകളിൽ അല്പസമയം മാതാവ് ദൈവത്തെ സ്തുതിച്ചാട്ട്. അട്ടകമനഗസി ഹബ്ദന റബക്ഷംദനെ റിഗസിക്കി റിഗന്ധന അക്ഷബ്ദൽ ഖൗഡര ജനരിഗനഗനഗസി. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. മാതാവ് മൈക്ക് ഓഫ് ചെയ്താട്ടെ. പരിശുദ്ധാത്മാവ് അതിനെ ഇങ്ങനെ വ്യാഖ്യാനിച്ച് പരിശുദ്ധാത്മാവ് സംസാരിക്കപ്പെടുകയാണ്. അടമസിക്കി റിഗന്ധന സീറോയിൽ നിന്ന് ദൈവാത്മാവ് പണിതെടുത്തുകൊണ്ട് വന്ന പ്രാർത്ഥനയാൽ മറുപടി അല്ലാതെ ജീവിതത്തിൽ ഒന്നുമില്ല. പ്രാർത്ഥനയാൽ പ്രാപിച്ചതല്ലാതെ ഒന്നും മാതാവിന്റെ ജീവിതത്തിലില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, ചില ചൂരച്ചെടി നിന്നെ ഒതുക്കിക്കളയാൻ പദ്ധതിയിട്ട്, ആമേൻ അഭിഷേകത്തിൽ നിന്ന് ചോർത്തിക്കളയാൻ പദ്ധതിയിട്ട് വെല്ലുവിളിച്ച ചില തലങ്ങൾ ആമേൻ പുറകിലുണ്ടായിരുന്നു. എന്നാൽ അതിന്റെ അകത്തടങ്ങളിൽ ദൈവം കൃപയാൽ നിന്ന് മാതാവിനെ എഴുന്നേൽപ്പിച്ച് ആമേൻ മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആനയിക്കത്തക്ക രീതിയിൽ ഒരഭിഷേകത്തിന്റെ തലം കരങ്ങളിൽ തന്നിട്ടുണ്ടെന്ന് ആത്മാവ് ദൂത് പറയുമ്പോൾ ആ നാവുകളെ ചലിപ്പിച്ച് രാത്രി ആത്മാവിൽ പ്രാർത്ഥിച്ചോണം. ദൈവത്തിന്റെ ആത്മാവിനോട് ഇങ്ങനെ ദൂത് പറയുന്നു. പരിശുദ്ധാസിയോട് ദൈവാത്മാവിനെ ഇങ്ങനെ വെളിപ്പെടുത്തി തരിക. ഫിലോമോന്റെ ഭവനത്തിലേക്ക് ഒണോസിമോസിനെ സുവിശേഷ നിമിത്തം സ്വർഗത്തിലെ ദൈവം മടക്കി വരുത്തിയെങ്കിൽ ദൈവാത്മാ പറയുന്നു, കരത്തിൽ തമ്മെ അഭിഷേകം പ്രാർത്ഥനയിൽ ചിലതിനെ മടക്കി വരുത്തുന്ന അടമസി ഹബ്ദന റഗറ്റന്തൽ ഖൗഡര ജനരികനഗസി, ജാതീയ കെട്ടുകളിൽ നിൽക്കുന്ന ചിലതിനെ മടക്കി വരുത്തുന്ന ചില തലങ്ങൾക്ക് വേണ്ടി നാളുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ആത്മാവ് ദൂത് പറയുന്നത് അങ്ങനെ തന്നെയാ. ചില രക്തബന്ധങ്ങളുടെ ആഴങ്ങളുടെ മേൽ ചില മടങ്ങിയ വരവുകൾ എന്റെ കർത്താവ് ഇന്ന് രാത്രി അതിനെ ഒരുക്കപ്പെടുന്ന തലമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുമ്പോൾ ഒറ്റ കാര്യം കൂടെ ദൈവാത്മാവ് പറയുന്നത് അങ്ങനെയാ. ചൂരച്ചെടിക്ക് വളമാകേണ്ടവനെ, ചൂരച്ചെടിക്ക് വളമാകേണ്ടവനെ സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്ന അവിടുന്ന് തട്ടി ഉണർത്തി അകത്തു കൊടുക്കേണ്ട ഫുഡ് കൊടുത്ത് അവനെ അവിടെ എഴുന്നേൽപ്പിച്ചതുപോലെ മാതാവേ നിന്നെയും ആ നിലകളിൽ തമ്പുരാൻ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്നിരുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം അവിടെ വ്യാപരിക്കട്ടെ. ഞാൻ വേഗത്തിൽ സമയത്തിന്റെ പരിമിതി മൂലം ഓടി വരിക. എന്താ ദൈവാത്മാവിനോട് പറയാൻ ഓർപ്പിക്കപ്പെട്ടതെന്ന് അറിയാമോ? ദൈവത്തിന്റെ നിർണയമാ ആര്? പുത്രനായ ക്രിസ്തു. അങ്ങനെയെങ്കിൽ ആ പുത്രനായിരിക്കുന്ന ക്രിസ്തു അരിമത്യക്കാരനായിരിക്കുന്ന യോസഫ് വെട്ടിയ പുത്തൻ കല്ലറയ്ക്കകത്ത്, പാറയിൽ വെട്ടിയ പുത്തൻ കല്ലറയ്ക്കകത്ത് അവന്റെ ശരീരം ഇരിക്കുകയാണ്. ലോകം ചിന്തിച്ചു, ഇനി യേശു എന്നൊരു ഒരുവനില്ല, അവന്റെ കാലഘട്ടം കഴിഞ്ഞല്ലേ, സീസൺ അല്ലേ ഓരോ തലങ്ങളിലും, ഇനി അവനെന്നൊരു വ്യക്തിയില്ല, ഗുരുവെന്ന വ്യക്തിയില്ല, മഷിക എന്ന വ്യക്തിയില്ല, അവൻ ക്രൂശിക്കപ്പെട്ടു പോയി, അവനേതോ മായാജാലക്കാരൻ എന്നൊക്കെയാ ചിലര് പറഞ്ഞത്, അവന്റെ അച്ഛന്റെ മകനല്ലേ എന്നൊക്കെയാ അവനെ അഭിസംബോധന ചെയ്തത്. പക്ഷേ ഒരു കാര്യം അതിൻ്റെ അകത്ത് ശ്രദ്ധിച്ചോണം, ഇവൻ വാഴ്ത്തത്ത സന്തതിയാ. അവൻ ആരെ തൊട്ടാലും വാഴ്ത്തത്ത സന്തതികളെ തുടരുത്. ഒരാമേൻ ഫാദർന്നൊന്ന് പറഞ്ഞേ. ആമേൻ. പിശാചിന് അന്നും ഇന്നും ആമേൻ പരാജയപ്പെടുന്ന ഒരു മേഖല എന്താന്ന് ചോദിച്ചാൽ ഇവൻ എല്ലാവരും കീറിത്തോടും. പക്ഷെ ഈ വാഴ്ത്തത്ത സന്തതികളെ തൊട്ടാലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ? തിരിച്ചടി ഉറപ്പാ. ആർക്ക്? തൊട്ടവന് തിരിച്ചടി ഉറപ്പാ. സ്തോത്രം. നോക്കിക്കേ, യേശു എന്ന ഈ വാഴ്ത്തത്വത്തിന്റെ മേൽ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ യേശു വളരെ ലളിതമായി തൻ്റെ ജനത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്. 3-ാം നാൾ
ഈ മന്ദിരത്തെ പൊളിച്ചെന്ത് ചെയ്യും? 3-ാം നാൾ. വളരെ ലളിതമായ ഒരു വേട. ഇത് കൂടെ നിൽക്കുന്ന ശിഷ്യന്മാർക്ക് പോലും ഒന്ന് അകത്തോട്ട് കയറാൻ, അവരുടെ തലയ്ക്കകത്തോട്ടൊന്ന് കയറാൻ, അല്ലെങ്കിൽ അവരുടെ ആത്മീയമായ ഒരു കാഴ്ചപ്പാടിനകത്ത് കയറാൻ അവരെ പിശാച് അനുവദിച്ചെന്ന് വെച്ചാൽ അവർക്കത് ഗ്രഹിക്കുവാനുള്ള കൃപ കിട്ടി. 3-ാം നാൾ എന്ത് ചെയ്യും? ഈ മന്ദിരത്തെ പൊളിച്ചെന്ത് ചെയ്യും? പണിയും. യേശു ലാസറിനെ ഉയർപ്പിച്ചു. ഒരു വിധവയായ ഒരു അമ്മയുടെ ഏക മകൻ മരിച്ചവനായിരുന്നു. ആ മകനെ മഞ്ചത്തിൽ തൊട്ടു. മഞ്ചം ചുമന്നവർ നിന്നെന്ന ആ മരിച്ചവനെ യേശു തൊട്ടു. ആ മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ഇത് ആര് കണ്ടുകൊണ്ടിരിക്കുക? ദേശക്കാർ കണ്ടുകൊണ്ടിരിക്കുക, മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ അനേക ഡെലിവറൻസുകൾ യേശു തന്റെ ശുശ്രൂഷയിൽ ചെയ്യാം. ഇതിന്റെ ഇടയിലാണ് യേശു പറയുന്നത് 3-ാം നാൾ ഈ മന്ദിരത്തെ പൊളിച്ചെന്ത് ചെയ്യും? 3-ാം നാൾ പണിയും. യേശുവിന്റെ ഉയർപ്പിനെ കുറിച്ച് ഒക്കെ കർത്താവ് പറയുക, യേശുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചൊക്കെ പറയാം. പക്ഷെ ഈ ശിഷ്യന്മാർക്ക് തന്നെ അനുഗമിക്കുന്ന ജനത്തിൽ ഇത് ഗ്രഹിക്കുവാനുള്ള ഒരു തലം വന്നില്ല. പക്ഷേ പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ചില അച്ചാച്ചന്മാർക്ക് ഇത് ഗ്രഹിച്ചു. ഇത് ഗ്രഹിച്ചത് കൊണ്ടാണ് പീലാത്തോസിന്റെ അടുക്കൽ യോസഫ് യേശുവിന്റെ ശരീരമെടുത്ത് ഈ കല്ലറയെ അടക്കമൊക്കെ ചെയ്തു. കാര്യമൊക്കെ ശരിയാ, അവന്റെ വഴിക്ക് പോയി. പക്ഷെ ഈ അടക്കം കഴിഞ്ഞപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു തലമുണ്ട്. ചിലർ കാതിയിളകി. അവരുടെ ഉദ്ദേശം യേശുവിനെ എങ്ങനെയെങ്കിലും ക്രൂശിച്ച് ഇവനെ ഇല്ലാതാക്കുകയായിരുന്നു. അവരുടെ ഉദ്ദേശം നിറവേറിയോ? നിറവേറി. അവരുടെ ആഗ്രഹം സാധിച്ചു. സത്യമാണ്, അത് പ്രവചന നിവൃത്തിയാണ്. പക്ഷേ ഇവരുടെ ആഗ്രഹം സാധിച്ചിട്ടു പോലും ഇവരുടെ ഉള്ളിൽ ഭയം കയറി. എന്താ ഭയം? എടാ, ഇന്നലെ ലാസറിനെ ഉയർപ്പിച്ചവൻ ഒരു വേട് പറഞ്ഞിരുന്നു. എന്താണ്? 3-ാം നാൾ. ഈ ദൂത്, ഈ വചനം ഇവരുടെ അകത്തളങ്ങളിൽ ഭയം വരുത്തി തുടങ്ങി. ഇത് യേശു സ്വയം പറഞ്ഞതല്ല, പിതാവായ ദൈവം കൊടുത്ത ആലോചനയാണ്. അതൊരു ദൈവ നിർണയമാണ്. ആ കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി നിന്നെ കുറിച്ചുള്ള ചില ദൈവാലോചനയുടെ നിർണയം പിശാച് ഭയക്കുന്നുണ്ട്. ചില ഇരുട്ടിന്റെ മേഖലകൾ അത് കണ്ട് നിന്നെ ഭയപ്പെടുന്നുണ്ട്. നീ അത് പ്രാപിക്കുമെന്ന് യേശു പറയുമ്പോൾ, ദൈവാത്മാവ് കൽപ്പിക്കുമ്പോൾ, നിനക്ക് ആ നന്മ കിട്ടുമെന്ന് ഈ തമ്പുരാൻ കൽപ്പിക്കുമ്പോൾ, നീ ആ മണ്ണിൽ കാലിൽ ചവിട്ടുമെന്ന് തമ്പുരാൻ ആലോചന പറയുമ്പോൾ, നിന്റെ വലത് കരത്താൽ ആ നന്മ നീ തൊടുമെന്ന് തമ്പുരാൻ ആലോചന പറയുമ്പോൾ, നോക്കിക്കേ, ഓ പേടിക്കുന്ന ഒരു ഇരുട്ടിന്റെ മേഖലയുണ്ട്. ഇന്ന് രാത്രി ആ കരമുയർത്തി പ്രാർത്ഥിച്ചോണം ദൈവമക്കളെ. എന്താണെന്നറിയാമോ? വാക്തത്വമുള്ളതിനെ, പ്രവചന ശബ്ദത്തിന്റെ ആഴം നിറയപ്പെട്ടതിനെ ആമെ ഭയക്കുന്ന ഒരു പൈശാചിക തലമുണ്ട് സഹോദരങ്ങളെ. ഒന്ന് ശ്രദ്ധിച്ച്, യേശുവിനെ നിർമ്മല ശീലയിൽ പൊതിഞ്ഞ യോസഫ് വെട്ടിയ പാറയിൽ വെട്ടിയ പുത്തൻ കലറയ്ക്കകത്ത് അടക്കം ചെയ്തിട്ട് അവൻ അവന്റെ വഴിക്ക് പോയപ്പോ ഇന്നലകളിൽ യേശു പറഞ്ഞ ഒരു സാധാരണ പീഠം ചിലരുടെ മനസ്സിലാക്കി. എന്താ? 3-ാം നാൾ ഉയർത്ത് എഴുന്നേൽക്കും. ഇതാദ്യോടെ ചിലർ പീലാത്തോസിന്റെ അടുക്കൽ വരുന്ന ഒരു കാര്യമാണ്. എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് അവിടെ ഇങ്ങനെയാ രേഖപ്പെടുത്തിയത്. നോക്കിക്കേ, ആ ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ തലങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോണം. 62-ാം വാക്യം, നിങ്ങൾ ആ വചനം ഒന്ന് എടുത്തണം. അവിടെ ആ വചനമാണ് നമുക്ക് വിടുതൽ തരുന്നത്. ആ വചനം ഒന്നെടുത്ത് മത്തായിയുടെ സുവിശേഷം 27-ന്റെ 62-ാം വാക്യത്തിൽ എന്താ സഹോദരങ്ങളെ രേഖപ്പെടുത്തിയത്? ഒരുക്ക നാളിന്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിന്റെ അടുക്കൽ, വാ തുറന്ന് പറഞ്ഞേ, പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് കൂടിയെന്ന. ചെന്ന് എന്ന് പറഞ്ഞൊരു പ്ലാൻ ചെയ്തിട്ടാണ് ഇവർ വന്നത്. ഇവരുടെ ഇന്നലത്തെ പ്ലാൻ, കഴിഞ്ഞ ദിവസങ്ങളിലെ പ്ലാൻ, ഇവനെ എങ്ങനെയെങ്കിലും ക്രൂശിക്കണം. ഇവൻ ന്യായപ്രമാണത്തിനെതിരെ സംസാരിക്കുന്നു, ഇവൻ പ്രവാചകന്മാർക്കെതിരെ സംസാരിക്കുന്നു. ഇനി ഇവരെ ശുണ്ഠി പിടിപ്പിച്ച വേറൊരു കാര്യമുണ്ട്. ഈ വചനത്തിന് നിവർത്തി വന്നെന്ന് പോലും ദേവാലയത്തിൽ നിന്ന് പറഞ്ഞു. ഇവനിത് പറയാൻ കൊള്ളാമോ?
ഇവൻ തച്ചന്റെ മകനല്ലേ, ഇവനിത് പറയാൻ എന്താണ് യോഗ്യത എന്നൊക്കെ അഭിസംബോധന ചെയ്തവർ ആമേൻ പിലാത്തോസിന്റെ അടുക്കൽ വരിക. എന്തിനാ വരുന്നത്? ഇവരുടെ ഉദ്ദേശമെല്ലാം നിറവേറി കഴിഞ്ഞപ്പോൾ ഇവരുടെ ഉള്ളിൽ എന്താണ്? ആദി കയറി. ഇതുപോലെ വാഴ്ത്തത്വം ചിലത്, ദൈവാലോചന ചിലത് നമ്മുടെ മേലും തലമേലൊന്ന് വീണ് കഴിയുമ്പോൾ ചിലർക്ക് ഇതുപോലെ, ഓ അവനത് പ്രാപിക്കുവോ? സ്വോത്രം സ്വോത്രം സ്വോത്രം. എത്ര പേർക്ക് ആത്മാവിൽ അത് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട് ഇന്ന് രാത്രി? നോക്കിക്കേ, പിലാത്തോസിന്റെ അടുക്കലേക്ക് ഈ മഹാപുരോഹിതന്മാരും പരീക്ഷന്മാരും പിലാത്തോസിന്റെ അടുക്കൽ ചെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. യജമാനനെ, ആ വേദഭാഗം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നേ. യജമാനനെ, പിലാത്തോസിനെ അഭിസംബോധന ചെയ്യുന്ന വേർഡ് ശ്രദ്ധിച്ചോണം. യജമാനനെ ആ ചതിയൻ. ഈ ചതിയൻ എന്നുള്ള പദം ആരെ അഭിസംബോധന ചെയ്യുന്നു? നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ. ഇനി ഈ സാഹചര്യത്തിൽ ആരെ അഭിസംബോധന ചെയ്യുന്ന അറിയാമോ? ആമേ യേശുവിനെയാണ് അഭിസംബോധന ചെയ്യുന്നത്. മരിച്ച് കല്ലറയ്ക്കകത്തിരിക്കുന്ന ആ വ്യക്തിത്വത്തെയാണ് ഇവർ അഭിസംബോധന ചെയ്യുന്നത്. ആ ചതിയൻ. നോക്കിക്കേ, ഇവരുടെ പ്ലേറ്റ് പെട്ടെന്ന് മാറിയ നോക്കിക്കേ. യജമാനനെ ആ ചതിയൻ. എന്നിട്ട് വളരെ ശ്രദ്ധേയമാ ആ വചനം. നിങ്ങൾ ഇതൊന്ന് എടുത്ത് മീറ്റിംഗ് കഴിഞ്ഞു ഒന്ന് ധ്യാനിക്കണം. ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് എന്ത് ചെയ്തു? ഓർമ്മ വന്നു. ഇന്ന് രാത്രി ആ കരം ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്തേ. നിന്നോടുള്ള ദൈവാലോചന നിശ്ചയമായും അറിയാവുന്ന ഇരുട്ടിന്റെ മേഖലകളുണ്ട്. നിന്റെ തലമുറയോടുള്ള വാഴ്ത്തത്വം അറിയുന്ന ചില തലങ്ങളുണ്ട്. ഇന്ന് രാത്രി അതിൻ്റെ ഓർമ്മകളെ എല്ലാം സ്വർഗം മറിച്ചു കളയേണ്ടതിനായി നോക്കിക്കേ, ഇവർക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് യജമാനനെ, അവന്റെ ശിഷ്യന്മാർ അവന്റെ ശരീരം മോഷ്ടിച്ച് അവൻ പറഞ്ഞത് നടന്നു എന്ന് അവർ അവകാശപ്പെടാതിരിക്കാൻ, യജമാനനെ ഞങ്ങൾക്കൊരു സഹായം ചെയ്യണം. നിന്റെ സൈന്യത്തിലെ ബലവാന്മാരായ ചിലരെ ആ കല്ലറയുടെ മുന്നിൽ ഒന്ന് കാവൽ നിർത്തണം. ഒരാഴ്ചയോ 2 ഒന്നുമല്ല, ഒരു 3 ദിവസം മതി. ഈ 3 ദിവസം അവൻ പറഞ്ഞതിന് വിരോധമായി അവിടെ അത് നടക്കണം. ഇന്ന് രാത്രി അഭിഷേകത്തോടെ നാവുകളെ ചലിപ്പിച്ച് എത്ര പേർക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാനിടയായി തീരും. ഇതുപോലെ വാഴ്ത്തത്വം പ്രാപിച്ച നിന്നെ ഒരിടത്തൊതുക്കി നീ അവിടെ എഴുന്നേൽക്കരുത്, നീ നന്മ പ്രാപിക്കരുത്, നീ വിടുതൽ പ്രാപിക്കരുത് എന്ന് വിചാരിച്ച് പൈശാചിക മേഖലകൾ പല കണ്ണുകളിൽ കൂടെ, പല മാനുഷികമായ കരങ്ങളിൽ കൂടെ നിന്റെ ജോലിക്ക് വിരോധമായി, നിന്റെ ആത്മീയ ശുശ്രൂഷകൾക്ക് വിരോധമായി ഇതുപോലെ കാവൽ നിൽക്കപ്പെടുന്ന ഒരു അനുഭവം ഇന്ന് രാത്രി എത്ര പേർക്ക് ആത്മനിയോഗത്തോടൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുവാനിടയായി തീരും. ഇത് യേശുവിന്റെ ചരിത്രത്തിൽ മാത്രമല്ല സഹോദരങ്ങളെ നിറഞ്ഞു വന്ന് നിന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശു ക്രിസ്തുവിന്റെ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ കൃപ പ്രാപിച്ച അപ്പോസ്തലനായിരിക്കുന്ന പത്രോസിനെയും പിടിച്ച് ഹേരോദാവ് കാരാഗ്രഹത്തിന്റെ ഉള്ളറയിൽ 16 കാവൽ ഭടന്മാരുടെ കരങ്ങളിൽ കൊടുത്ത് 2 കാവൽ ഭടന്മാരുടെ നടുവിൽ കാരാഗ്രഹത്തിന്റെ, അതും ഇരുട്ടുള്ള കാരാഗ്രഹത്തിന്റെ നടുവിൽ അവനെ ബന്ധിച്ചു കിടത്തി. ആ കാരാഗ്രഹത്തിന്റെ പുറത്തും ആ ബാക്കി വന്ന 14 പേരും ആ പത്രോസിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവം ഇന്ന് രാത്രി എത്ര പേർക്ക് ആത്മാവിൽ ഒന്ന് സ്തോത്രം ചെയ്യാൻ കഴിയും? ദൈവ നിർണയമായി ഇതിന്റെ പുറകിലെ വിഷയം. നിന്നെ കുറിച്ചുള്ള ദൈവ നിർണയം എന്താ? യേശുവിനെ കുറിച്ചുള്ള ദൈവ നിർണയം എന്താ? ആ നിർണയം സ്വർഗത്തിലെ ദൈവോടെ ചെയ്യാൻ പോവാ. ലോകം ഏതു ശക്തിയെ, ഏതു പടയാളികളെ, ആരെയെല്ലാം അവിടെ കൊണ്ടുവന്ന് നിർത്തിയാലും സ്വർഗത്തിലെ ദൈവത്തിനൊരു നിർണയം അവന്റെ ജനനം മുതൽ ആമേൻ ഉണ്ടായിരുന്നു. നോക്കിയേ, അമ്മയുടെ ഉദരത്തിൽ വെച്ച് മുമ്പ് തന്നെ യിരെമ്യാവിന്റെ മേൽ നീ ജാതികൾക്കും രാജാക്കന്മാർക്കും വേണ്ടി സംസാരിക്കേണ്ട ഒരു പ്രവാചകനായി
ദൈവാത്മാവ് അവനെ ഒരുക്കപ്പെട്ടതുപോലെ ഇന്ന് രാത്രി എത്ര പേർക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയും? കർത്താവേ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ, ഉരുവായിട്ടും എങ്ങനെ അവൻ വരുന്നെന്നറിയാമോ? പ്രവാചകനായിട്ടാ. ദൂത് കേൾക്കണമെങ്കിൽ ഇതുപോലെ കേൾക്കണം. എത്ര പേര് ആഗ്രഹിച്ചിട്ടുണ്ട് ദൈവശബ്ദം കേൾക്കുന്നെങ്കിൽ ഇതുപോലെ കേൾക്കണം? ഇരമ്യാവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിലും അവന്റെ തലങ്ങൾ മുന്നോട്ടുള്ള ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവാത്മാവിന്റെ ആലോചന ക്രിയേറ്റീവായി സ്വർഗം അവിടെ ചെയ്യപ്പെടുകയാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാനിടയായി തരും? ഉയർത്തില്ല, നീ എഴുന്നേൽക്കത്തില്ല, ദൈവനിർണയം നിന്റെ മേൽ നടക്കത്തില്ല. ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ ഇവരെ യേശുവിനെ ഒന്ന് ഉയർക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തൊന്നുമില്ല. നോക്കിക്കേ, ഒരു കാര്യം കൂടെ തന്ത്രശാലിയായ പിശാച് കെട്ടിവെച്ചു. റോമൻ ഭരണകൂടത്തിന്റെ മുദ്ര ആ കല്ലറയുടെ വാതിൽ എന്ത് ചെയ്തു? മുദ്ര സ്ഥാപിച്ചു. നോക്കിക്കേ, ലോകത്തിന്റെ മുദ്ര ഏത് വെച്ചാലും വാഴ്ത്തത്വമുള്ളവനെ തടയാൻ, വാഴ്ത്തത്വ സന്തതിയെ ഒരിടത്തൊതുക്കാൻ കഴിയത്തില്ലെന്ന് കൃപ പ്രാപിച്ച ദൈവമക്കൾക്ക് എത്ര പേർക്ക് ഇന്ന് രാത്രി ആത്മാവിൽ ഒന്ന് കരമുയർത്തി പറയാൻ കഴിയും? നിശ്ചയമായും ഏത് ശക്തി ഉയർന്നു വന്ന് എൻ്റെ മേൽ മുദ്ര വെച്ചാലും, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ മുദ്ര വെച്ചാലും, ഏത് മന്ത്രവാദിയുടെ മന്ത്രം ചൊല്ലി കെട്ടി ചരട് കൊണ്ട് കെട്ടിവെച്ചാലും അതിനെയെല്ലാം തകർക്കാൻ കഴിയുന്ന ഒരു നിത്യനായ ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ വ്യാപരിക്കപ്പെടുന്നു എന്ന് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ എത്ര പേർക്ക് ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കപ്പെടാനിടയായി തീരും? നോക്കിക്കേ, ഞാൻ വേഗത്തിൽ എടുത്തു പറയുന്നു. മറ്റലക്കാരത്തി മറിയും മറ്റേ മറിയും യേശുവിന്റെ കല്ലറ കാണുവാൻ കടന്നു വന്നപ്പോൾ അവർ കണ്ടതെന്താ? യേശുവിനെ അടക്കം ചെയ്ത യോസഫ് വെട്ടിയ പുത്തൻ കല്ലറയുടെ വാതിൽ കല്ല് ഉരുട്ടി നീക്കി വെച്ച് ആ കല്ലിന്മേൽ ആരിയ്ക്കുന്നു? ദൂതനിരിക്കുന്നു. ഒന്ന് വാ തുറന്ന് പറ, എന്റെ വിഷയത്തിന്റെ മേൽ ആര് എനിക്ക് വേണ്ടി വാതിൽ തുറക്കും? സ്വർഗത്തിലെ ദൂതൻ എനിക്ക് വേണ്ടി വാതിൽ തുറക്കും. സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി വാതിൽ തുറക്കും. കണ്ണുകളടച്ച് സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എന്റെ ഫോണിൽ ആദ്യം വരുന്ന ഇമേജുകൾക്ക് വേണ്ടി വിശേഷം ഞാൻ പ്രാർത്ഥിപ്പാൻ എനിക്ക് തന്ന സമയത്തിന്റെ പരിധിക്കുള്ളിൽ ഞാൻ ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിന്റെ രക്തത്താൽ ചെറിയാൻസ് ഐഫോൺ ആ മാതാപിതാശിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ രക്തം ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. ദാസിയെ, പരിശുദ്ധാത്മാവനോട് ഇങ്ങനെ പറയുക, ദൈവനിർണയം പ്രാപിച്ചവളെ തടുത്തു വയ്ക്കാൻ ആർക്കും കഴിയത്തില്ല. സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ മൈക്ക് ഓൺ ചെയ്യിപ്പിക്കുന്നില്ല. ദൈവാത്മാവ് പറയുന്നു, പ്രാർത്ഥനയാൽ ഉപവാസത്താലുമാണ് ഇന്ന് രാത്രി നീ ചില നന്മകൾ അനുഭവിക്കുന്നത്. പ്രാർത്ഥനയാൽ ചില രേഖകളെ നിനക്ക് വേണ്ടി തിരുത്തി തന്നതും, ഉപവാസത്തിന്റെ മറുപടിയായി ചില യാത്രകൾ നിന്റെ കുടുംബത്തിലുള്ള തലമുറകളുടെ മേൽ എന്റെ അപ്പൻ ഒരുക്കി തന്നതും മാതാവെ നീ മറന്നു കളയരുത്. ഇന്ന് രാത്രികാലം ഓർത്തുകൊള്ളുക, ചലിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം ഈ രാത്രി മാതാവേ ദാസിയെ നിന്റെ ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ ഇറങ്ങി വരേണ്ടതായിട്ടുണ്ട്. പ്രാർത്ഥനകൾക്ക് മറുപടി മാത്രമല്ല, നിന്ദിക്കപ്പെടുന്ന ചില മുഖങ്ങളുടെ മുന്നിൽ മാന്യതയുള്ള മേശയൊരുക്കുന്ന ഒരു ദൈവത്തിന്റെ ഭുജം എന്താണെന്ന് ഭവനാങ്കണത്തിന്റെ ഉള്ളിൽ ദൈവാത്മാവ് ചെയ്തെടുക്കുന്നതായി പരിശുദ്ധാത്മാവ് ആലോചന പറഞ്ഞ് ഞാൻ മടങ്ങി വരുന്നു. ജേക്കബ് ചാക്കോ ആ പിതാവിനോട് പരിശുദ്ധാത്മാവനോട് ഇങ്ങനെ ഓർപ്പിച്ച് വിളിച്ചു പറയുകയാ, വാഴ്ത്തത്വമുള്ളവനെ ഓടി നടന്ന് പിശാച് ഉപദ്രവിക്കുകയാ. ഇവനെ വാഴ്ത്തത്വം പ്രാപിക്കരുത്, ഇവൻ ആ നന്മ കൈവരിക്കരുത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പിതാവിനോട് ആലോചന ഇങ്ങനെ വിളിച്ചു പറയുന്നു, പ്രാപിക്കരുതെന്ന് പിശാചിന്റെ ആലോചനയാ. പക്ഷെ സ്വർഗത്തിന്റെ ആലോചന നീ പ്രാപിക്കുക തന്നെ ചെയ്യും. സ്വർഗത്തിന്റെ ആലോചന നീ പ്രാപിക്കുക തന്നെ ചെയ്യും. ദൈവാത്മാവനോട് ഇങ്ങനെ ഓർപ്പിക്കാൻ പറയുന്നു, തലമുറ സംബന്ധമായി ഭാരപ്പെട്ട അവനൊരു വഴി തുറക്കപ്പെടാൻ, വാതിൽ തുറക്കപ്പെടാൻ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില ഞരക്കത്തിന്റെ വാക്കുകളെ സ്വർഗം കാണുകയും അതിന്റെ മേൽ ചില അടയാളങ്ങളെ ചെയ്തു തരാൻ ഈ ദൈവം വിശ്വസ്തനാണെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറഞ്ഞ് ഞാൻ മടങ്ങി വരും.
വരികയാ. റസി രാജി എന്ന് പറയുന്ന ആ ഇമേജിനോട്, ആ ഇരിക്കുന്ന മാതാവിനോട് പരിശുദ്ധാത്മ പറയുന്നു, ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് പിതാവിനോട് ഉറക്കെ വിളിച്ചതുപോലെ നാളുകളായി കണ്ണുനീരൊഴുക്കി എന്തെന്നറിയാത്ത ചില വേദനകൾ അരട്ടിക്കൊണ്ട് ആമേ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിന്റെ നടുവില. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ പറയുന്നു, ആര് മുന്നിൽ വന്നു വാതിലടക്കി നോക്കിയാലും, ആര് മുദ്രയിടാൻ നോക്കിയാലും, പരിശുദ്ധാത്മാവ് ഒരു കാര്യം പറയുക, അയച്ചവൻ വിശ്വസ്തനാകട്ടോ, നിർത്തിയവൻ വിശ്വസ്തനാകട്ടോ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ മാതാവ് ആയിരിക്കാൻ തയ്യാറാകുന്നെങ്കിൽ ചലിക്കുന്ന ഒരു ദൈവത്തിന്റെ മഹത്വം ഈ ദിവസങ്ങളിൽ റക്ഷേ ഹംദന രഹസ്യ ഹത്തുനി രിഗനഗനഗമന കുടുംബ അന്തരീക്ഷത്തിന്റെ അകത്ത് എൻ്റെ കർത്താവ് ഇത് ചെയ്യും. ചില മറുപടികളെ ദൈവാത്മാവ് കാതുകൾ കൊണ്ട് കേൾപ്പിക്കാൻ ദൈവാത്മാവ് ഇടവരുത്തുകയാണ്. ദൈവാത്മാവ് എന്നോട് അങ്ങനെ തന്നെ പറയുക, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വചനത്താൽ ഞങ്ങൾ ഒരുമിച്ച് ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. ആമേ രസി ഹത്തുനി ദിഗനഘടകമന. ആമേൻ. ഒരിക്കൽ കൂടെ ഈ ദൈവജനത്തെ തമ്പുരാന്റെ കരത്തിലേക്ക് കേൾക്കപ്പെട്ട ഞങ്ങൾ ഒരുമിച്ച് ചിന്തിച്ച പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ച സകലവചനത്തിന്റെ മുന്നിലും ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഈ വചനങ്ങള് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവസരങ്ങൾ ഒരുക്കി തന്ന ആമേ സഹോദരങ്ങൾക്ക്, ആമേ ദൈവദാസന് പ്രത്യേക നന്ദി പറയുന്നു. പ്രാർത്ഥനയിൽ